ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ ഭാഗ്യവാന്മാർ എന്ന പദം നമുക്കറിയാം. മക്കാരിയോയ് എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇത് സന്തോഷത്തെക്കാൾ കൂടുതൽ ദൈവമായിട്ട് ശരിയായിരിക്കുന്നതിൽ നിന്നുള്ള ആഴമായ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ദൈവം മാത്രം നൽകുന്ന ആന്തരിക സംതൃപ്തിയുടെ അവസ്ഥയാണ് മക്കാരിയോ. അപ്പൊ ഒരു വ്യക്തി അനുഗ്രഹീതനാകുന്നത് മനുഷ്യന്റെ കയ്യടിക്ക് കീഴിലല്ല പ്രിയരെ, ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോഴാണ് ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ കീഴില് നാം ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. കദറോയിറ്റെ കാർഡിയ എന്നാണ് ഇതിന് ഗ്രീക്കിൽ പറയുന്നത്. ഹൃദയത്തിൽ ശുദ്ധമായത്, അത് മാലിന്യമില്ലാത്തത്, കലർപ്പില്ലാത്തത്, ആചാരപരമായ വിശുദ്ധി മാത്രമല്ല, ധാർമ്മികമായ ആത്മീയമായ ഒരു ആത്മാർത്ഥതയാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. കാർഡിയ നമുക്കറിയാം, ഹൃദയ. ഗ്രീക്ക് ചിന്തകളിൽ കാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ? ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും ഉദ്ദേശങ്ങളുടെയും വികാരങ്ങളുടെ കേന്ദ്രമാണ്. ഒരിക്കലും ചേർത്ത് പറഞ്ഞാട്ട് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും അതുപോലെ എന്താണ് ഉദ്ദേശങ്ങളുടെയും വികാരങ്ങളുടെയും കേന്ദ്രമാണ് എന്ത്? കാർഡിയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഹൃദയശുദ്ധി എന്ന് പറയുന്നത് പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 51:10 പറയുന്നു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചിട്ട് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണം? പുതുക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയ എന്നിൽ സൃഷ്ടിച്ചിട്ട് എന്നെ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ചാഞ്ചാടുന്ന ഒരു ആത്മാവ് എനിക്ക് വേണ്ട, ചാഞ്ചാടുന്ന ഒരു ഹൃദയം എനിക്ക് വേണ്ട. ഒരു സ്ഥിരമായ ഒരു ആത്മാവ്, ഒരു സ്ഥിരമായ ഒരു നടത്തിപ്പ്, ഒരു സ്ഥിരമായ ഒരു കാഴ്ചപ്പാട്, ഒരു സ്ഥിരമായ ഒരു ദർശനം എന്നിൽ പുതുക്കണമേ. വിശുദ്ധ കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവൻ, ഇരു മനസ്സുള്ളവനല്ല, ആത്മാർത്ഥതയുള്ളവൻ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവി, എന്നാൽ അവൻ നിങ്ങളെ വിടുവിക്കും, അവൻ നിങ്ങളെ ചേർത്ത് നിർത്തും. ഇരു മനസ്സുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അതുകൊണ്ട് ഇരു മനസ്സുള്ളവർ ഒരിക്കലും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇരു മനസ്സുള്ളവരെ ദൈവവചനം പറയുന്നു, നാം നമ്മുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അപ്പൊ ഒരു ഏകാഗ്രമായ ഒരു ഭക്തി നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ നമ്മുടെ ശരീരം മുഴുവനും എന്ത് ചെയ്യും? പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നമ്മുടെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ ദൈവത്താലുള്ള ഒരു വെളിച്ചം നമുക്കുണ്ടാകണം. ആ ദൈവത്താലുള്ള വെളിച്ചം നമ്മളിൽ സമ്പാദിക്കുവാനിടയായാൽ നമ്മളിലുള്ള ഇരുട്ട് നീങ്ങുവാനിടയാകും. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഇരുട്ട് നീങ്ങിപ്പോകണം, ഇരു മനസ്സുള്ള ശക്തി നീങ്ങിപ്പോകണം. ആമേ ഹാലിൽ അവിവേകത്തിന്റെ ശക്തി നീങ്ങിപ്പോകണം. ആമേ സ്വാർത്ഥതയുടെ ശക്തി നീങ്ങിപ്പോകണം, കപടത്തിന്റെ ശക്തി നീങ്ങിപ്പോകണം. എല്ലാം വർദ്ധിച്ചു വരുന്ന ശാരീരിക സ്വഭാവ വൈകല്യങ്ങൾ നീങ്ങിപ്പോകണം. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥിരമായ ഒരു ഹൃദയം സമ്പാദിക്കപ്പെടണം. സ്ഥിരമായ ഒരു ജീവിത വിശുദ്ധി നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വളർച്ച നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ദൈവത്തെ കാണോ. ഹല്ലേലൂയ. എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. ദൈവത്തെ കാണോ. ഇതാണ് ദൈവത്തിന്റെ പരമ്പരത എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്ത് പറയുന്നിരിക്കുകയാണ്, പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വചനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് ദൈവം മോശയോട് സംസാരിക്കുന്ന ആ വിശേഷമായ സംഭാഷണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ നിന്റെ കൃപ എന്റെ കൂടെ വരണം. ഹല്ലേലൂയ. നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ.
ഹല്ലേലൂയ. അതിന് ദൈവം എന്താണ് പറഞ്ഞെന്നറിയോ മോശയോട്? എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരോ, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയരെ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ വരാൻ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കണം. എത്ര പേർ തയ്യാറാണ്? നമ്മുടെ ജീവിത യാത്രയിൽ ആരുടെ സാന്നിധ്യം വരണം? ദൈവത്തിന്റെ സാന്നിധ്യം വരണം. വിദ്യാഭ്യാസം നയിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം വരണം. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം വരണം. അവൻ നിങ്ങളുടെ ദുഃഖങ്ങളിലും കഷ്ടങ്ങളിലും നെടുവീർപ്പിലും വേദനകളും നടുവിലും നമുക്ക് ആവശ്യമാകേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതിന് അത്യന്താപേക്ഷമായി നമുക്ക് ആവശ്യമായത് ഒരേ ഒരു ഘടകം, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, അതുകൊണ്ട് ആത്മീയ കണ്ണുകൾ തുറന്നിരിക്കാൻ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളിലേക്ക് തിരിയുമ്പോൾ നമ്മളിലൂടെ മൂടുപടം നീങ്ങിപ്പോകുവാനിടയാകും. കാരണം കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്തെല്ലാം എന്തുണ്ട് പ്രിയരെ പറഞ്ഞാട്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കുടുംബ ജീവിതത്തിൽ കർത്താവ് ഉണ്ടോ, അവന്റെ ആത്മാവുണ്ടോ, നിശ്ചയമായി എന്തുണ്ടാകും? സ്വാതന്ത്ര്യം ഉണ്ടാകും. നമ്മളിലുള്ള സകല മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ പ്രതിച്ഛായ, ദൈവത്തിന്റെ തേജസ്സിന്റെ മുഖം നമ്മളിൽ വെളിപ്പെടണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ നിന്റെ മുഖപ്രകാശം എന്റെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. എന്റെ ഹൃദയം സ്വസ്ഥത ഉണ്ടാകട്ടെ, എന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, എന്റെ ഹൃദയം ദൈവത്തിൽ ബലപ്പെടട്ടെ. അതിന് എന്നിലുള്ള മൂടുപടം നീക്കി നീ എന്നിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ. എന്റെ കൂട്ടായ്മ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? നിശ്ചിത കാര്യങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയരെ. 1 യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വചനം പറയുന്നു, അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കണം. അത് അവിടെ വ്യക്തമായി പറയണം. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പൊ നമുക്കൊരു ഫെലോഷിപ്പ് വേണ്ടേ? നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ? അതിന് വിശുദ്ധനായ ഒരു ദൈവം നമുക്ക് ആവശ്യമല്ലയോ? യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യം, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ വ്യക്തിയോടും കൂടെ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മഹിമ ഇറങ്ങുമല്ലയോ? നമ്മളിലുള്ള രോഗമെന്ന വലിയ ഭാരം നീങ്ങിപ്പോകത്തില്ലയോ? നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുകയില്ലയോ? നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ സന്തുഷ്ടരാകത്തില്ലയോ? അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആ മുഴു സാന്നിധ്യവും മഹത്വവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? ദൈവത്തിന്റെ മകനും മകളുമായി മാറുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ എന്ത് ചെയ്യും? ദൈവത്തെ കാണും. ഇത് യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ഈ വചനത്തിന്റെ മഹാത്മ്യ ശ്രേഷ്ഠതയും നാം മറന്നു പോകരുത്. ഹൃദയശുദ്ധി ആത്മീയ ദർശനത്തിന് വ്യക്തത നൽകുകയാണ്. ഹൃദയശുദ്ധി എന്താണ്? ആത്മീയ ദർശനത്തിന് വ്യക്തത നൽകുകയാണ്. വിശുദ്ധ കാര്യങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട്. ഹല്ലേലൂയ. നിത്യതയിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ, നിത്യതയിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ നാം തയ്യാറാകണം. ദൈവത്തിന്റെ ദൈവത്തിന്റെ മുഖം കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുഖം കാണും. നിത്യതയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ഒരിക്കലും ഇനി രാത്രി ഉണ്ടാകുകയില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ദൈവജനത്തിന്റെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായി മാറും. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് പ്രിയരെ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ രാജാക്കന്മാരായി മാറും. നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുട്ടില്ലാത്ത എന്നേക്കും വെളിച്ചം നിൽക്കുന്ന സമാധാനപൂർണമായ സ്വസ്ഥതപൂർണമായ എന്നേക്കും ജീവിക്കാൻ അർഹതപ്പെടുന്ന ആ പവിത്രമായ കൂടാരത്തിൽ, പവിത്രമായ സ്ഥാനത്ത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ രാജാക്കന്മാരായിരിക്കുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് തിരുവചനത്തിൽ നാം വിശ്വസിക്കുക, ഹൃദയശുദ്ധിയുള്ളവരായി മാറാൻ ഉത്സാഹിക്കുക, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക പ്രിയരെ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ, പകുതി ഹൃദയത്തോടെന്നല്ല, പൂർണ്ണ മനസ്സോടെ, പകുതി മനസ്സോടെന്നല്ല, പൂർണ്ണ
ആത്മാവോടെന്ന് പറഞ്ഞ പകുതി ആത്മാവോടെന്നല്ല, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ നീ ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ ശ്രദ്ധ പതറാതെ അവനിൽ കേന്ദ്രീകരിക്കുക. ആരിൽ കേന്ദ്രീകരിക്കുക? വിളിച്ചു പറഞ്ഞാട്ട് നമ്മുടെ ശ്രദ്ധ പതറാതെ ആരിൽ കേന്ദ്രീകരിക്കണം? ദൈവത്തിൽ കേന്ദ്രീകരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 27-4 ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്താണ് കാര്യം? വിളിച്ചു പറഞ്ഞാട്ട് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്താണ് ദാവീദ് പറയുന്നത്? അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? യഹോവയുടെ മനോഹരത്വം കാണണം, ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അതുകൊണ്ട് ദൈവത്തിന്റെ മനോഹരത്വം എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എനിക്ക് ദൈവത്തെ ആവശ്യമാണ്. എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം. എനിക്ക് ദൈവത്തെ കുറിച്ച് എനിക്ക് ആഗ്രഹമുണ്ട്. അവനോടൊപ്പം സഹവസിക്കുവാൻ ഞാൻ തയ്യാറാണ്. അത് ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാൻ, എന്റെ ആയുഷ്കാലം ഒക്കെയോ ഹല്ലേലൂയ അവന്റെ ആലയത്തിൽ വസിക്കുവാൻ, അതേ തിരുസാന്നിധ്യത്തിൽ വസിക്കുവാൻ, ദൈവശക്തിയിൽ വസിക്കുവാൻ, ദൈവകൃപയിൽ വസിക്കുവാൻ ഒരു ഭക്തന്റെ ആഗ്രഹം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ വികാരങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിലും വിശുദ്ധി വെളിപ്പെടണം. ഹല്ലേലൂയ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവൃത്തിയിൽ വിശുദ്ധി വെളിപ്പെടണം. ഹൃദയത്തിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ചിന്തയിലും നിരൂപണത്തിലും എല്ലാം വിശുദ്ധി വെളിപ്പെടണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, നീ എന്നെ ഒന്ന് വിശുദ്ധനാക്കണമേ, നീ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ ഒരു ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റണമേ എന്ന് ഓരോ നിമിഷം പ്രാർത്ഥിക്കണം. നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഇതിന് വല്ല ചെലവുള്ള കാര്യമാണോ? ഒന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്നതിന്. ഹല്ലേലൂയ. ഇവിടെ സത്യം അനുസരിക്കാൻ നമ്മുടെ ആത്മാക്കളെ പ്രിയമുള്ളവരെ തിരിച്ചറിയ, നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നമ്മൾ നിർമ്മലീകരിക്കുന്നു. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പാൻ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് സത്യം അനുസരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉരുവായ ഒരു ജനനത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ വചനത്താൽ ഒരു വീണ്ടും ജനനമുണ്ട്. മാനസാന്തരം എന്ന ഒരു മഹാ അനുഗ്രഹമുണ്ട്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് അധർമ്മശക്തികൾ നമ്മളിൽ വാടാതിരിക്കേണ്ടതിന്, ഈ ലോകത്തിലെ പാപശക്തികൾ നമ്മളിൽ വാടാതിരിക്കേണ്ടതിന്, തിന്മയുടെ വേരുകൾ നമ്മളിൽ വളർന്നു വരാതിരിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്താൽ എന്നെ വീണ്ടും ജീവിപ്പിക്കണമേ. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയാകുന്നു. പ്രിയരെ, പുല്ലുവാടി പൂ ഉതിർന്നു പോയി. എന്താണ് വചനം പറയുന്നത്? കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം വീണ്ടും ജീവിപ്പിക്കുന്ന വചനമാണ്. ഒരു പുതിയ ഹൃദയം തരുന്ന വചനമാണ്. ഒരു പുതിയ ആത്മാവിനെ തരുന്ന വചനമാണ്. ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന വചനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കൾ ഓരോ നിമിഷവും ദൈവവചനത്തിലൂടെ ഓരോ പേജും മറിച്ച് ദൈവത്തിന്റെ മുഖം കാണാനിടയാകണം. അപ്പൊ നമ്മുടെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താലും കരുണയാലും ദയയാലും പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനപ്രകാരം പ്രകാശിക്കുകയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാനിടയാകണം. ദൈവം എളിമയുള്ളവർക്ക് എന്താണ് ശ്രദ്ധിച്ചു കേട്ടാട്ട്, അനുസരണയുള്ളവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവം എളിമയുള്ളവർക്കും അനുസരണമുള്ളവർക്കും എന്ത് ചെയ്യുന്നു? തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പതിവായി ഒരു ഹൃദയ പരിശോധന നടത്തണം. സഭയ്ക്കകത്തൊരു പരിശോധന നടത്തണം. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പരിശോധന നടത്തണം. പ്രിയരെ, നമ്മുടെ യുവത്വം നശിപ്പിച്ചു കളയരുത്. ഈ യുവത്വം വിശുദ്ധിയിൽ നിറയപ്പെടണം. ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. കുടുംബ ജീവിതത്തിൽ ഹൃദയശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. സഹോദരങ്ങളിടയിൽ ഹൃദയശുദ്ധി ഉണ്ടാകണം. ഇത് വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്ന ഘടകമാണ്.
നമ്മുടെ സംസ്കാരം എന്തുമായിക്കോട്ടെ, കൾച്ചർ എന്തുമായിക്കോട്ടെ, ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എങ്കിലും ശുദ്ധമായ ഒരു ഹൃദയം ഇവിടെ വെളിപ്പെട്ട മതിയാകുകയുള്ളൂ. ഹലോ, അതുകൊണ്ട് വിളിച്ചു വരണ കർത്താവേ, എന്നിൽ ഒരു നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണമേ. ഏകാഗ്രതയുള്ള ഒരു മനസ്സിന് എനിക്ക് തരണമേ. എല്ലാ വിഗ്രഹ ആരാധന ശക്തിയിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാ അഹങ്കാരത്തെയും ഭാവത്തെയും അകറ്റി നിർത്തിക്കൊണ്ട് എന്റെ ഹൃദയം സൗന്ദര്യത്തിലേക്ക് നീക്കണമേ. കർത്താവേ, നിന്റെ സൗന്ദര്യത്തിലേക്ക് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിത്യതയിലേക്ക് എന്നെ നയിക്കണമേ. എത്രയെത്ര പ്രാർത്ഥന വാചകം നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടാനുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിലും ആരാധനയിലും മറ്റുള്ളവരുടെ നടുവിൽ നമ്മളെ തന്നെ കാണാൻ അനുവദിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കാര്യങ്ങളിൽ ദൈവത്തെ സ്മരിച്ചാൽ, അതുകൊണ്ട് ആത്മീയമായ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ദർശനത്തിന് പരിശുദ്ധി ആവശ്യമാണ് പ്രിയരെ. ദൈവത്തെ കാണുന്ന ലെൻസാണ് എന്ത്? ഹൃദയം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവത്തെ കാണുന്ന ലെൻസാണ് എന്ത്? ഹൃദയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പാപം, കയ്പ്, അഹങ്കാരം, വിഗ്രഹാരാധന എന്നിവയാൽ കറ പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ദർശനം മങ്ങുകയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, യഥാർത്ഥമായി ദൈവവചനത്താൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. വൃത്തികെട്ട ഗ്ലാസ് സൂര്യപ്രകാശത്തെ വളച്ചൊടിക്കുന്നത് പോലെ അശുദ്ധമായ ഒരു ഹൃദയം ദൈവത്തിന്റെ പ്രതിച്ഛായ വളച്ചൊടിക്കുകയാണ്. ഇന്ന് രാത്രി കേൾക്കുക പ്രിയരെ, ദൈവവചനത്തെ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ കഴിയാതെ അനേക ദുരുപദേശങ്ങൾ കടന്നു വരുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ കഴിയാതെ അനേക രോഗശാന്തി ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ യഥാർത്ഥ സത്യം ഗ്രഹിപ്പാൻ കഴിയാതെ ഇന്നും അനേകർ മതത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. മതം എന്തു പറയുന്നു അതിനനുസരിച്ച് പോകുന്നു. മനസ്സിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നല്ല, പെരുമാറ്റത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നല്ല, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പറയും. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഓരോ നിമിഷവും ദൈവത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതും നമുക്ക് വേണ്ടതും ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സ് വേറെ ഒരു വശത്ത് കിടക്കുന്നു, പെരുമാറ്റം മറ്റൊരു വശത്ത് കിടക്കുന്നു. ഇവിടെ ഹൃദയത്തിനാണ് പ്രാധാന്യം. ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം പ്രിയരെ. ഹല്ലേലൂയ. ഹൃദയം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതിൽ മനസ്സുണ്ട്, ഇച്ഛയുണ്ട്, വികാരങ്ങളുണ്ട്, മനസാക്ഷിയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ അസ്തിത്വത്തിന്റെ ആജ്ഞാ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധി യഥാർത്ഥ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവവചനത്തിന്റെ മാർമിക വശങ്ങളെ, സത്യങ്ങളെ ഗ്രഹിപ്പാൻ കഴിയണമെങ്കിൽ നമുക്ക് ഹൃദയത്തിനകത്തൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളോട് ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കർത്താവേ, ഹൃദയ ശുദ്ധിയുള്ള ഒരു സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ നൽകണമേ. വിശുദ്ധിക്ക് വേണ്ടി വളരെ വില കൊടുക്കുവാൻ എന്നെ ശക്തനാക്കണമേ കർത്താവേ. എനിക്ക് നിത്യതയിലെത്തണം. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഓതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല. എത്ര സത്യമായ വചനങ്ങളാണ് ഇവിടെ നമുക്ക് ദൈവം നൽകുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അങ്ങനെ തന്നെയാകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഏത് നിലയിലാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് വേണ്ടി ദൈവം ദർശനങ്ങളെ നൽകുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് വേണ്ടി ദൈവം വരദാനങ്ങളെ നൽകുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈതലിന് വേണ്ടി അസാധാരണമായ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് വേണ്ടി ശരീരവും ശരീരത്തിന് അവസ്ഥ എല്ലാത്തിനും മേലൊരു വിടുതൽ ദൈവം കൽപ്പിക്കുന്നു. ഭൗതിക തലങ്ങളിലെല്ലാം വിടുതൽ കൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ദിനം തോറും നമ്മുടെ കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന്, നന്മയ്ക്കായി ഒരു അടയാളം വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ 36:26 പറയുന്നത് പോലെ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയത്തെ ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം, മാംസളമായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന്റെ വചനം പറയണം, മാംസളമായ ഒരു ഹൃദയം ആര് തരും? ദൈവം തരും. പുതിയൊരു ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കും. അപ്പം പഴയ ഒരു ആത്മാവുണ്ട് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? പഴയ ഒരു ശരീരമുണ്ടെന്നല്ലേ അർത്ഥം?
പഴയ മനുഷ്യനെ നീക്കി, പഴയ അവസ്ഥകളെ നീക്കി, പഴയ ചിന്തകളെ, വിചാരങ്ങളെ, ഇച്ഛകളെ, താല്പര്യങ്ങളെ, മോഹങ്ങളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ കൃതി, ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ വ്യക്തിത്വം, ഒരു പുതിയ അനുഗ്രഹം ദൈവം തരുമെന്ന് പറഞ്ഞാൽ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ആമേ മദ്യപാനി മാനസാന്തരപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? അവനിൽ ഒരു പുതിയ ഹൃദയം ദൈവം കൊടുത്തു. ആമേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ ആമേ വ്യഭിചാര ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം എന്താണ്? അവർക്ക് ഒരു പുതിയ ഹൃദയം കൊടുത്തു. ആമേ പണ്ട് ബ്ലേഡ് ബിസിനസ് നടത്തിയവൻ ഇന്ന് ബ്ലേഡ് ബിസിനസ് നടത്താതെ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം ഒരു പുതിയ ഹൃദയം കൊടുത്തു. ആമേ മതത്തിന് അടിമയായവൻ പുറത്തു വന്നു. ആമേ ജഡത്തിന് അധീനപ്പെട്ടവൻ ഇന്ന് പുറത്തു വന്ന് എങ്ങനെ സംഭവിക്കുന്നു? ഈ വചനത്തിന്റെ നിവൃത്തിയല്ലയോ? ദൈവം ഒരു പുതിയ ഹൃദയം തരുമെന്ന് പറഞ്ഞാൽ പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ ദൈവം തരും, പുതിയത്. അതുകൊണ്ട് രക്ഷയ്ക്കുള്ള വാതിൽ ഇവിടെ തുറന്നിരിക്കുകയാണ്. അതിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ലയോ റോമാലേഖനം 10:9 പറയുന്നത്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേ ഹൃദയം കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കണം. ഈ ലോകത്തിലെ മധ്യസ്ഥന്മാരെ വിശ്വസിക്കുന്ന ഒരു കഥയല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലെ മനുഷ്യ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു കഥയല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലെ ആരാധന, ആമേ മനുഷ്യൻ സമ്പാദിച്ചെടുക്കുന്ന ആരാധന എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എന്നാൽ ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കണം. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവൻ നാം നിൽക്കുന്ന ഇരിപ്പിടത്തിൽ കഴിയണം. ഇതിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഒരു മലയും സന്ദർശിക്കണ്ട, ഒരു നേർച്ച കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കണ്ട. ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് ദൈവത്താൽ സ്വതന്ത്രമാകേണ്ടതാണ്. യേശുക്രിസ്തുവിൽ നീതിമാന്മാരാകുന്നത് യേശുക്രിസ്തുവിനാൽ നമുക്ക് നൽകുന്ന രക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്ന സൗജന്യ ദാനത്തെ നാം ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് കാണുക പ്രിയരെ. അത് എങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും? പാപങ്ങളെ ഏറ്റുപറയണം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം, പാപത്തെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോട് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഹൃദയത്തിനകത്ത് ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം അനുദിന പുതുക്കലിലേക്ക് നയിക്കുന്നു. ദൈവത്തെ അനുസരിക്കാനുള്ള സംവിധാനങ്ങൾ ദൈവം ഒരുക്കി തരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമോ എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. എല്ലാവരും ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശുദ്ധീകരണം തന്നെ. എല്ലാവരും ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്താണ് ദൈവത്തിന്റെ ഹൃദയ ആമേ വചനം പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. ഓക്കേ, താങ്ക് യു. ആമേ നമ്മുടെ ദുർനടപ്പ് വിട്ടൊഴിയണം. ഹല്ലേലൂയ. ജാതികളെ പോലെ കാമവികാരങ്ങളിൽ കഴിയേണ്ടവരല്ല. നമ്മളെ അടിച്ചമർത്തുന്ന ഈ ലോകത്തിലെ ശക്തികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ആമേ സോഷ്യൽ മീഡിയ നമുക്കൊരു അപകടമാണെങ്കിൽ അത് ഒഴിവാക്കണം. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ ഗുണം ദോഷവും നൽകുന്നുണ്ട്. അതുകൊണ്ട് ദോഷത്തിലേക്ക് നയിക്കുന്ന പാത എന്താണ്? അതിൽ നിന്നും മാറി വരൂ, വിട്ടുതിരിയോ. നമുക്ക് പോകേണ്ടത് നിത്യരാജ്യത്തിലേക്കാണ്. അതുകൊണ്ട് ഹൃദയം ഒരിക്കലും വഞ്ചനപരമായ ആമേ ഒരു ജീവിതത്തിലേക്ക് നയിക്കരുത്. യിരെമ്യാ പറയുന്നു 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമാണ്. ഹൃദയം എന്താണ്? എല്ലാറ്റിനേക്കാളും കപടമാണ്. ദൈവത്തിന്റെ രൂപാന്തര ശക്തിയില്ലാതെ ഹൃദയം പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയം എപ്പോഴും പറയുന്ന എന്താണ്? ഓ, അത് സാരമില്ല, ഇത് സാരമില്ല, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണത്തിന്റെ വാക്കുകളിലൂടെ ഹൃദയം പാപത്തിലേക്ക് നീങ്ങുകയാണ് പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, ദൈവം വെറുക്കുന്നതിനെ നാം സ്നേഹിക്കാൻ ഇടയാകരുത്. ചേർന്ന് പറഞ്ഞാൽ ദൈവം വെറുക്കുന്നതിനെ നാം സ്നേഹിക്കാൻ ഇടയാകരുത്. ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി ഹൃദയം കൊതിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ മറയ്ക്കേണ്ടതിന് ഹൃദയം ലോകത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോകും. അതുകൊണ്ട് ഹൃദയം ശുദ്ധമായിരിക്കണം, മൃദുവായിരിക്കണം. ഹൃദയം ദൈവത്തെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നതായിരിക്കണം. ഹലോ, വിശുദ്ധ കാര്യങ്ങളും ദൈവത്തെ സ്തുതിച്ചാത്ത. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കാൻ കഴിയണം. ദൈവം വെറുക്കുന്നതിനെ നമ്മളും വെറുത്തു തുടങ്ങാൻ തയ്യാറാകണം. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ ഇടയാകണം. ഹല്ലേലൂയ. ഭയമില്ലാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യ സന്തോഷം നമുക്കുണ്ടാകണം. ജീവന്റെ വഴി ദൈവം കാണിച്ചു തരും. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടെന്നാണ് സങ്കീർത്തനം 16:11 പറയുന്നത്.
അതുകൊണ്ട് കാഴ്ചയാലല്ല പ്രിയരെ, വിശ്വാസത്താൽ നടക്കാൻ തയ്യാറാകണം. നീതിമാന്മാരുടെ പാത എന്ന് പറയുന്നത് പ്രഭാത സൂര്യനെ പോലെയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, നീതിമാന്മാരുടെ പാത എന്ന് പറയുന്നത് പ്രഭാത സൂര്യനെ പോലെയാണ്. അത് കൂടുതൽ എന്ത് ചെയ്യുന്നു? പ്രകാശമാക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ എല്ലാ വഴികളിലും അസ്ഥിരനാണ്. രണ്ട് യജമാനന്മാര് ഒരേ സമയത്ത് സേവിക്കാൻ കഴിയത്തില്ല പ്രിയരെ. ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ ലോക. ഇതിൽ ഏത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്, ശുദ്ധ ഹൃദയം ആവശ്യമാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വചനം പറയുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ലൊരു സംസാരിപ്പാൻ എങ്ങനെ കഴിയോ? നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ലൊരു സംസാരിപ്പാൻ എങ്ങനെ കഴിയോ? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുഷ്ട നിക്ഷേപത്തിൽ നിന്ന് തീയത പുറപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, ഏതു നിസ്സാര വാക്കിനും ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കാൻ തുനിയ. വാക്കുകൾ ശ്രദ്ധിച്ചു പറയുക. വാക്കുകൾ നമ്മുടെ ഇഷ്ടത്തിന് പറയാൻ ഇടവരരുത്. വാക്കുകളിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയ പ്രിയരെ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നീതീകരിക്കപ്പെടണം. നമ്മുടെ വാക്കുകളിൽ ഒരിക്കലും കുറ്റം വിധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. നമ്മൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. അന്യായം ചെയ്യുന്നവനല്ല അന്യായത്തിനൊത്തവണ്ണം പ്രതിഫലം പ്രാപിക്കുമെന്ന് മനസ്സിലാക്കുക പ്രിയരെ. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ബഹുമാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. മൂത്തവരെ ഒന്നും ശാസിക്കാതെ അപ്പനെ പോലെ ഇളയവരെ സഹോദരന്മാരെ പോലെ ചേർത്ത് നിർത്താൻ കഴിയട്ടെ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെ സ്നേഹിപ്പാൻ കഴിയട്ടെ. സഹോദര ബന്ധത്തിന്റെ വലിപ്പം വളരെ വലുതാണ്. അതിന് കളങ്കം ചേർക്കരുത്. അതിൽ വ്യാജാത്മാവ് കടന്നു വരരുത്. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. മാധ്യമങ്ങൾ, പണം, വിവാഹം, ഇങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആചാര കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. ഇവയിലെല്ലാം പാപത്തിന്റെ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ നോക്കുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാകണം. ദൈവത്തെ നോക്കുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ അവൻ നിശ്ചയമായി പാപത്തിനായി കരയുവാനിടയാകും. ഹല്ലേലൂയ. എനിക്ക് പാപം വേണ്ട, എനിക്ക് പാപ സ്വഭാവം വേണ്ട എന്ന് പറഞ്ഞ് അവൻ കരയാനിടയാകും. എനിക്ക് ദുഷ്ടതയിൽ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഭയത്തിൽ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് നിരാശയിൽ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവരെന്ത് ചെയ്യും? ദൈവത്തെ കാണുവാനിടയാകും. വിശുദ്ധ കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പണത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കുന്നത്. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? സമർപ്പണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആത്മാവിന്റെ കണ്ണുകളെ തുറക്കുവാനിടയാകുന്നത്. അഹങ്കാരികൾക്കല്ല, താഴ്മയുള്ളവർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാനിടയാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞതുപോലെ, നിന്നിൽ ഞാനൊരു പുതിയൊരു ആത്മാവിനെ തരും, പുതിയൊരു ഹൃദയം തരും. അതുകൊണ്ട് ശുദ്ധ കൈകളോട് നാം നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനിടയാകണം. ശുദ്ധമായ ഹൃദയത്തോട് നാം ദൈവത്തെ ആരാധിപ്പാനിടയാകണം. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറി വരും? യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ വസിക്കും? വെടിപ്പുള്ള കയ്യ്, നിർമ്മലമുള്ള ഹൃദയമുള്ള മനസ്സുള്ളവന്, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവന്, കള്ളസത്യം ചെയ്യാത്തവന്, ഇവരൊക്കെയാണ് വിശുദ്ധ സ്ഥലത്ത് നിൽപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് വെടിപ്പുള്ള ഹൃദയം, വെടിപ്പുള്ള കൈ ആവശ്യമാണ്. നിർമ്മലമുള്ള ഒരു ഹൃദയം ആവശ്യമാണ് പ്രിയരെ. അതുകൊണ്ട് കള്ളസത്യം ചെയ്യാതെ, വ്യാജത്തിന് മനസ്സ് വെക്കാതെ ഇരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരുത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച ഒരു പ്രവാചകനായി യെശയ്യാവിനെ മറന്നു പോകരുത്. അവൻ ദൈവത്തിന്റെ മഹത്വം കാണാനിടയായി. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വായിക്കണം. അവിടെ വെളിച്ചവും പരിശുദ്ധിയും തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ വിവരിക്കുന്നുണ്ട് പ്രിയരെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിനോടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇരുട്ടിൽ നടക്കാതെ, പോസ്കു പറയാതെ സത്യം പ്രവർത്തിക്കാൻ തയ്യാറാകണം.
വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അത് യേശു ക്രിസ്തു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കണം. നമുക്ക് തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മുടെ യേശു ക്രിസ്തുവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ രക്തം ഇന്ന് രാത്രിയിൽ എന്നെ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം എനിക്ക് ഉണ്ടാകണമേ. എന്നെ വിശുദ്ധനാക്കണമേ. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണമേ. ഞാൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം നിന്റെ സാന്നിധ്യം വരണമേ. നിന്റെ സാന്നിധ്യം വരാത്തിടത്തൊന്നും എന്നെ അയക്കരുതേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് നമുക്കറിയാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം. അവൻ ദൈവവും ഭാഗെ ജോസഫ് അവന്റെ ഹൃദയം ശുദ്ധമായിരുന്നതിനാൽ അവൻ പരീക്ഷയിൽ നിന്ന് ഓടിപ്പോകുവാനിടയായി. ജോസഫിനെ കുറിച്ച് പറയുന്നത് വ്യാജമായി അവനെ കുറ്റം ചുമത്തിയെന്നാണ്. ജോസഫിനെ കുറിച്ച് പറയുന്നത് അവനെ തടവിലാക്കിയെന്നാണ്. കാരണം എന്താണെന്നറിയാമോ? ജോസഫ് പാപം ചെയ്യാൻ തയ്യാറായില്ല. പോത്തിഫറിന്റെ ഭാര്യയുടെ കൂടൊപ്പം അവിഹിത ബന്ധത്തിന് ഏർപ്പെടാൻ തയ്യാറായില്ല. താൻ തന്റെ ശരീരത്തെ വിശുദ്ധിയോടെ കണ്ടു. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് കണ്ടു. ഈ ശരീരം ദൈവത്തിന്റെ ദാനമാണെന്ന് കണ്ടു. ഇതിൽ ഒരിക്കലും അശുദ്ധി കടന്നു വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ശരീരത്തെ ഞാൻ മദ്യപിക്കാൻ അനുവദിക്കത്തില്ല. ഈ ശരീരം പോസ്റ്റ് പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ ശരീരം തിന്മയ്ക്ക് കൂട്ടുനിൽക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ജോസഫ് ദൈവത്തിന്റെ മുമ്പാകെ തന്റെ ഹൃദയം ശുദ്ധമായിരുന്നു. അതുകൊണ്ട് ജോസഫ് ദൈവത്തിന്റെ കൈകളാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ ഒന്ന് പരിശോധിക്കണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ. എത്ര പേർക്ക് എന്നോടൊപ്പം ചേർത്ത് പറയാൻ കഴിയും? ദൈവമേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. വാതുറന്നൊന്ന് പറഞ്ഞാട്ട്, ദൈവമേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. എന്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ ഒന്ന് അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. എന്നിൽ വ്യസനത്തിനുള്ള ഹല്ലേലൂയ മാർഗമുണ്ടോ? വ്യസനത്തിനുള്ള മാർഗമുണ്ടോ? അടുത്ത ദിവസം എനിക്ക് എന്ത് സംഭവിക്കും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നിൽ ദൈവഗീതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ കർത്താവേ? അതിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. എന്നെ ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. എനിക്ക് കള്ളം പറയാൻ താല്പര്യമില്ല. എനിക്ക് ദോഷം ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഒരിക്കലും ഈ ലോകത്തിന്റെ ഇച്ഛയ്ക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം. എനിക്ക് നന്നാകണം. എനിക്ക് നല്ല സ്വഭാവം വേണം. എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണം. എന്നെ നിത്യതയിൽ എന്നെ ചേർത്തുകൊള്ളണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണുവാനിടയാകും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ ഭോജനം ലഭിക്കാനിടയായി. എങ്കിലും ദാനിയേൽ പറയുന്ന പദം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ നമുക്കറിയാം. ദാനിയേൽ പറയുന്നു, ഞാൻ എന്റെ ശരീരത്തെ മലിനമാക്കത്തില്ല. എന്റെ ശരീരം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരിക്കലും ഞാൻ അശുദ്ധമായത് സ്വീകരിക്കത്തില്ല. ഗുഹകളിൽ അകപ്പെടേണ്ടുന്ന അവസ്ഥ വന്നു. അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദാനിയേലിന്റെ ജീവിതത്തിൽ വന്നു. എങ്കിലും വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. സ്തെഫാനോസ് വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. സ്തെഫാനോസിനെ കുറിച്ച് പഠിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്. വിവിധ രാജ്യത്തിലുള്ളവർ തനിക്കെതിരെ കല്ലെറിഞ്ഞപ്പോഴും സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് കാണാനിടയായി. സ്വർഗം തുറന്നിരിക്കുന്നത് കാണാനിടയായി. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കാണാനിടയായി. കാരണം അവന്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. അവൻ വിശുദ്ധിയിലും ധൈര്യത്തിലും ക്ഷമയിലും നടന്നതുകൊണ്ട് ദൈവത്തെ കാണുവാനിടയായി. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? യോഹന്നാൻ 14:9 അവൻ വചനം പറയുന്നു, ഹല്ലേലൂയ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്യന്തികമായ വെളിപ്പെടുത്തൽ ക്രിസ്തുവിലൂടെയാണ് പ്രിയരെ. യേശുവിനെ ശരിയായി കാണുക. യേശു ക്രിസ്തുവിനെ ശരിയായി കാണുക. ദൈവത്തിന്റെ ഹൃദയം കാണുക. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധമാണ്. നാം അവനെ കാണും.
ഹല്ലേലൂയ. വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ നാം കാണും, വിശുദ്ധനായ ദൈവത്തെ നാം കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. എന്റെ പുരാന സ്വഭാവങ്ങൾ, എന്റെ പഴയ സ്വഭാവങ്ങളെ ഞാൻ നീക്കാൻ പോകുകയാണ്. ഇനി മുതൽ ഹല്ലേലൂയ അശുദ്ധിക്ക് ഞാൻ കൂട്ടുനിൽക്കത്തില്ല, തിന്മയ്ക്ക് കൂട്ടുനിൽക്കത്തില്ല. ജീവിക്കുന്ന ഒരു ദിവസമെങ്കിലും എന്റെ കർത്താവിന് പ്രസാദമായി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ചോദിക്കുക പ്രിയരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് നമ്മൾ ചോദിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നതിന് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഞാൻ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളോട് സ്വയം ചോദിക്കുക. എന്റെ ഉദ്ദേശങ്ങളിൽ എന്തെങ്കിലും കലർപ്പുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. മറ്റെന്തിനേക്കാളും ദൈവത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചേ. എന്റെ ഹൃദയം എവിടെയാണ്? എന്റെ ഹൃദയം മങ്ങിയ ഒരു ഹൃദയമാണോ? എന്റെ ഹൃദയം വിഭജിച്ച ഒരു ഹൃദയമാണോ? എന്റെ ഹൃദയം ശ്രദ്ധ കൊണ്ട് അവൻ പതറിയ ഒരു അനുഭവമാണോ? എന്നാൽ സങ്കീർത്തനക്കാരൻ ദാവീദ് 27-ാം അധ്യായത്തിൽ 4-ാം വചനം പറയുന്നു, ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, എന്റെ കർത്താവിന്റെ സൗന്ദര്യം എനിക്കൊന്ന് കാണണം, അവന്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. എന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലമൊക്കെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയണോ? അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരിക്കൽ കൂടെ ചേർത്ത് പറഞ്ഞാട്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. യോസഫിന് ദൈവത്തെ കാണാൻ കഴിഞ്ഞു, മോശയ്ക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞു, സ്തെഫാനോസിന് ദൈവത്തെ കാണാൻ കഴിഞ്ഞു, ദാവീദിന് ദൈവത്തെ കാണാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് ഓരോ ദിവസം ദൈവത്തെ കാണുവാൻ, അവന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ ഞാൻ എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. ഹൃദയശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും. എന്റെ ഹൃദയം ഒരിക്കലും അശുദ്ധിക്ക് വിധേയപ്പെടത്തില്ല. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.